അങ്ങനെ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുകൊണ്ട് ഇതാ നിലവിലെ തൃശ്ശൂരിൻ്റെ എം പി പുതിയ എം പി ആയിട്ട് കെ മുരളീധരൻ എത്തുമെന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ എല്ലാ വോട്ടും കെ മുരളീധരന് ഉറപ്പിക്കണം എന്ന ആ ഒരു കോൺഗ്രസിന് ഉറപ്പിക്കണം എന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെ അദ്ദേഹം കെ മുരളീധരന് വേണ്ടി ചുമരെഴുതുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് 100%, അതായത് അവസാന നിമിഷമാണ് കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലൊക്കെ പ്രതാപന് വേണ്ടി ഇവിടെ ചുവരെഴുത്തും പോസ്റ്ററും മറ്റുമൊക്കെ പതിച്ചതാണ്. അവിടെയെല്ലാം ഇനി മാറ്റും. അതായത് ആദ്യഘട്ടത്തിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കും എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് DCCയുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ ഒരു ചുമരെഴുത്തും കാര്യങ്ങളൊക്കെ നടത്തിയത്. എന്നാൽ പുതിയ രാഷ്ട്രീയപരമായ ട്വിസ്റ്റുകൾ ഉണ്ടായതോടുകൂടിയാണ് രാഷ്ട്രീയ തലത്തിൽ മാറ്റമുണ്ടായി. അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിൽ മാറ്റമുണ്ടായി. ഇതാ വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥി ഇവിടെ എത്തുന്നു. വടകരയിൽ നിന്നും കെ മുരളീധരൻ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ TN പ്രതാപൻ MP തന്നെ ആ ചുമരെഴുതിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ആര്യ, അതെ, നമുക്ക് ആ കാര്യം പ്രതാപേട്ടോട് തന്നെ ചോദിക്കാം. അതായത് ഇന്നലെ വരെ വോട്ട് തേടി താങ്കൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് നടന്ന ഒരു സമയമായിരുന്നു. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി മാറ്റത്തിലേക്ക് ഉണ്ടാകുന്നത്. ഇന്നലെ വരെ എഴുതിയ ചുമരുകൾ പ്രതാപനെന്നുള്ളത് മാറ്റി മുരളീധരനിലേക്ക് ഇനി മാറണം. അപ്പോൾ അതെങ്ങനെയായിരിക്കും? രാഷ്ട്രീയം അങ്ങനെയാണ്. രാഷ്ട്രീയം പ്രവചനാതീതമാണ്. രാഷ്ട്രീയത്തിന് സമയത്തിനാണ് പ്രത്യേകത. സമയത്തിൻ്റെയും സാഹചര്യത്തിനുമുള്ള രാഷ്ട്രീയത്തിന് പ്രത്യേകത. രാഷ്ട്രീയം പ്രവചനാതീതമായൊരു കലയാണെന്ന് നമ്മളെ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർമ്മയുണ്ട്. അത് സത്യമാണ്. അതുകൊണ്ട് ഇന്നലെ തൃശ്ശൂരിൽ കേരളത്തിൽ ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ ടെസ്റ്റിന് അതിൻ്റെ ഇരട്ടി നാണയത്തിൽ മറുപടി കൊടുക്കുക. അങ്ങനെയല്ലേ നമ്മൾ പൊളിറ്റിക്കലായ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ സ്വാഭാവികമായും അത് ഞങ്ങളുടെ ഒരു സ്പോണ്ടേനിയസ് ഡിസിഷനാണ്. തൃശ്ശൂർ കോൺഗ്രസ്സാണ്, കോൺഗ്രസ് പാർട്ടിയാണ് വലുത്. ഞാനൊക്കെ എൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. ഞാൻ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഞാനില്ല. എനിക്ക് നല്ല ബോധ്യമില്ല. എന്നെപ്പോലത്തെ ഒരു വളരെ സാധാരണക്കാരൻ, നിസ്സാരക്കാരൻ, ഒരു തളിക്കുളം എന്ന് പറയുന്ന ഗ്രാമത്തിൽ കടലോരത്തിൽ ഒരു മീൻപിടുത്തക്കാരൻ്റെ മോനായി ജനിച്ച എന്നെ ഇന്ത്യയിലെ പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യയിലെ പാർലമെൻറ്റ് മെമ്പർ വരെ എത്തിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. തളിക്കുളം എൻ്റെ സ്വന്തം വാർഡിലെ വാർഡ് പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, DC പ്രസിഡന്റ്, KP സെക്രട്ടറി, AICC മെമ്പർ എൻ്റെ പാർട്ടിയാണ് എത്തിച്ചത്. അപ്പം എൻ്റെ ജീവൻ എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ എൻ്റെ പാർട്ടിയുടെ അഭിമാനമാണ് എൻ്റെ വിഷയം. എൻ്റെ പാർട്ടിയെ ആരെങ്കിലും ദുർബലപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും നെറികെട്ട കളികളുമായി വന്നാൽ അതിനെ നേരിൻ്റെ വഴികളിലൂടെ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. ആ നേരിൻ്റെ വഴിയാണ് ഞാനും എൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും ഉൾപ്പെടെ ആലോചിച്ചെടുത്ത തീരുമാനം. അടിക്കുക, നമുക്ക് മോതിര കൈ കൊണ്ട് ശത്രുവിനെ അടിക്കുക. അടിക്കുമ്പോൾ അടി കിട്ടിയ ഓർമ്മ അവർക്കുണ്ടാകണം. വരികയാണ് അടിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ K കരുണാകരൻ്റെ സ്വന്തം പുത്രൻ K മുരളീധരൻ. ലീഡറുടെ തട്ടകത്തിൽ മുരളീധരൻ ജനിച്ച മണ്ണിൽ ആ തട്ടകത്തേക്ക് വരികയാണ്. തലയെടുപ്പുള്ള തൃശ്ശൂർ പൂരത്തിലെ ആന എഴുന്നള്ളി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എഴുന്നള്ളി വരുന്നത് പോലെ തൃശ്ശൂരും തെക്കേ ഗോപുര നട തുറക്കാൻ വേണ്ടി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വരുമ്പോൾ ആളുകൾ ഭയങ്കര ആവേശത്തോടെ, ഞാനൊക്കെ അതിൻ്റെ പിന്നിലും മുന്നിൽ നിന്ന് ആരവം മുടക്കിയിട്ടുണ്ട്. ഇതാ വരികയാണ് തൃശ്ശൂരിലേക്ക്.
തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ ആരവത്തോടുകൂടി കെ മുരളീധരൻ തൃശ്ശൂരിൻ്റെ കോൺഗ്രസിൻ്റെ കയ്യിൽ നിലനിർത്താൻ വേണ്ടി ഞങ്ങളാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. 100% തൃശ്ശൂർ ഏറ്റെടുക്കും മുരളീധരൻ. 100%, 101, 100%, 101%.